പറയുന്നു വള്ളുവനാട്ടിലെ പ്രകൃതി രമണീയമായ ഒരു ഗ്രാമം. മലകളും പുഴകളും തോടുകളും പാടങ്ങളും കാവുകളും കൊണ്ട് സമൃദ്ധമായ ഒരു പ്രദേശം. പക്ഷേ പണ്ട് ഈ നാട്ടിൽ ആകെ ഭീകരതയായിരുന്നു. സന്ധ്യ മയങ്ങിയ ഇവിടെ ആകെ നിശബ്ദമാണ്. ഗ്രാമവാസികൾ അതിവേഗം വീടണയും. അതെ, അപ്പോഴാണ് പറയൻ കുന്നിന്റെ പുറകിലെ ഗുഹയിൽ നിന്ന് അവൾ പുറത്തിറങ്ങുന്നത്. ഭൂതം. ഗുഹയുടെ പാറക്കെട്ടിലെ വിടവുകളിലൂടെ അവൾ എല്ലാം വീക്ഷിക്കും. രാത്രികാലങ്ങളിൽ കൂട്ടമായി വരുന്നവരെ വഴിതെറ്റിച്ച് ദൂരേക്ക് നടത്തി അവരുടെ പക്കൽ നിന്നും അവൾ വെറ്റില ചോദിച്ച് മുറുക്കി തുപ്പും. അതുകൊണ്ടാണത്രേ തെച്ചിക്ക് ചുവപ്പ് നിറം. അർദ്ധരാത്രിയിൽ അതുവഴി വരുന്ന ചെറുബാല്യക്കാരെ അവൾ ആകർഷിച്ച് 7 നിലകളുള്ള മാളികയെന്ന മായ തീർത്ത് കരിമ്പൻ മുകളിൽ കൊണ്ടുപോയി കൊന്ന് രക്തവും മാംസവും ഭക്ഷിക്കും. നേരം പുലരുമ്പോൾ ഗ്രാമവാസികൾക്ക് അവരുടെ പല്ലും നഖവും മുടിയും കരിമ്പന ചുവട്ടിൽ നിന്ന് ലഭിക്കും. എന്നാൽ ഇന്ന് ആ ഭൂതം അതീവ ദുഃഖിതയാണ്. ദുഃഖത്തിന്റെ കാരണമെന്തെന്ന് നങ്ങേലിയുടെ കുഞ്ഞുണ്ണി. നങ്ങേലി ആരെന്നോ
മാളിക വീട്ടിലെ ഇളയ തമ്പുരാന്റെ സഹധർമ്മിണി. നിസ്വാർത്ഥമായ മാതൃസ്നേഹം എന്തെന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരമ്മ, ഒരമ്മയുടെയും പുത്രന്റെയും അവരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്ന ഒരു ഭൂതത്തിന്റെയും കഥയാണ് മായിക. ആ കാണുന്നതാണ് മാളിക വീട്. അവിടെ ഇന്ന് ആഘോഷമാണ്. അവിടുത്തെ ഇളയ തമ്പുരാന്റെ വേളിയാണ്. എല്ലാ ദിക്കിലും പോയി പെണ്ണ് കണ്ടെങ്കിലും തമ്പുരാൻ ആരെയും ബോധിച്ചില്ല. ഒടുക്കം മഞ്ചാടിക്കുന്നത്തെ നങ്ങേലിയാണ് വധു. ഇപ്പോഴാ ഒന്ന് സമാധാനമായി തന്നെ രാഘവ. എന്റെ ഉണ്ണിക്കും അങ്ങനെ വേലി ആയല്ലോ. കൊച്ചമ്പ്രാൻ എത്ര കുട്ടികളെ കണ്ടു, ആരെയും ഒന്നും ബോധിച്ചില്ല. കുറെ കാലം കാത്തിരുന്നിട്ടാണെങ്കിലും നല്ല ഐശ്വര്യമുള്ളൊരു കുട്ടിയെ കിട്ടിയല്ലോ. അതെ, ഞങ്ങൾക്കെല്ലാവർക്കും നങ്ങേലിയെ ഹിഷി ബോധിച്ചു. നല്ല അടക്കവും മുതുക്കവുമുള്ള പെരുമാറ്റം. ആ കുട്ടി നാളെ വേലി കഴിഞ്ഞ് കെട്ടുമല്ലോ. നാട്ടിലെല്ലാവർക്കും കൊച്ചമ്പ്രാന്റെ വേലിയെ കാണാൻ ധൃതിയായിട്ടുണ്ട്. രാഘവ, നാളേക്കുള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞല്ലോ. ഒന്നിനും ഒരു കുറവും വരുത്തരുതട്ടോ. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. നിങ്ങളെല്ലാവരും നേരത്തെ കിടന്നോളൂ. അതിരാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ? സഹോദരി മുനിഗണവന്ദിത മോക്ഷപ്രദായിനി മഞ്ജുള ഭാഷിണി
രാഹുകാലം തുടങ്ങാൻ നേരായി. അവരെ കാണുന്നില്ലല്ലോ. രാഹുകാലത്തിന് മുൻപ് വിളക്കെടുത്ത് കയറണം. ഇനിയിപ്പോ വഴിയിൽ എന്തെങ്കിലും സംഭവിച്ചോ? അങ്ങനെ ഒന്നും മനസ്സിൽ വിചാരിക്കണ്ടല്ലാത്തോലെ. അവരിങ്ങ് വന്നോളൂ. നീ ഒന്ന് ആ പടിക്ക് പോയി നോക്ക്. അവര് കാണുന്നുണ്ടോന്ന്. അതോലെ ദേ അവര് വരുന്നുണ്ട്. ഹാവൂ, നീ വേഗം പോയി വിളക്ക് കൊണ്ടുവാ. നേരം കളയണ്ട. ശിവൈകി രാഹുകാലത്തിന് മുമ്പ് എത്തിപ്പെടാൻ പറ്റുമെന്ന് നിരീക്ഷിക്കുക. വൈകുന്നത് കണ്ടപ്പോ ഞാനും ഭയന്നു. ഭദ്രേ, മങ്ങേലി ഒരുപാട് വ്യസനിച്ചാണ് അവിടുന്ന് പടിയിറങ്ങിയത്. ആ കുട്ടി ഇവിടെയൊക്കെ ഒന്ന് പഴകി വരുന്നത് വരെ ഒരു കണ്ണ് വേണം. അതെന്നോട് പ്രത്യേകിച്ച് പറയണോ? ഭദ്ര എല്ലാം നോക്കിക്കണ്ട് ചെയ്തോളും എന്ന് നമുക്ക് നിശ്ചയമുണ്ട്. ആ ഉണ്ണി, നീ ഇന്നൊരു ഭർത്താവാണ്. നിന്റെ കടമകളെല്ലാം അറിഞ്ഞു നീ ചെയ്യണം. നങ്ങേലിയെ ഒരിക്കലും വിഷമിപ്പിക്കരുത്. ഇല്ല, ഞാൻ കാരണം ഒരിക്കലും അവളുടെ കണ്ണ് നിറയില്ല. നാളെ നങ്ങേലിയെ കൊണ്ടുപോയി നമ്മുടെ നാടൊക്കെ ചുറ്റിക്കാണിക്കണം, കേട്ടോ? പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആ കുഞ്ഞിന്റെ അടുത്തേക്ക് പോകണ്ട. അതെ, ആ ഭൂതത്തിന്റെ കണ്ണിൽ അവൾ പെടണ്ട. ഞാൻ നോക്കിക്കോളാം. ഒന്ന് അത്രടം വരെ വരാമോ? അടിയങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആ വരാം. നങ്ങേലി, ഞാൻ അവിടേക്കൊന്ന് പോയി വരാം. നീ ഇവിടെ നിൽക്കും. ഒരുപാട് വൈകുമോ? ഇല്ല, ഉടനെ വരാം. ഇവിടെ ഈ ഗുഹയ്ക്ക് എന്തോ പ്രത്യേകതയുണ്ടല്ലോ. ആകെ ഭയാനകമായ ഒരു അന്തരീക്ഷം. അകത്തേക്ക് ഒന്ന് കയറി നോക്കിയാലോ? വേണോ? നോക്കാം.
നങ്ങേലി, എന്തു പറ്റി? നീ വല്ലാതെ ഭയന്നിരിക്കുന്നല്ലോ. ഇവിടെ ഇവിടെ എനിക്ക് ചുറ്റും ആരൊക്കെ വന്ന് പേടിപ്പിക്കാൻ നോക്കി. ഇവിടെ ഇവിടെ എന്തോ ഉണ്ട്. നിന്നോട് അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനു നീ ഇവിടെ വന്നു? എന്ത് പറ്റി? ഇവിടെ ഇവിടെ എന്താ? ഇതൊരു ഭൂതത്തിന്റെ വഴിയാണ്. ഈ വഴി ആരും വരാറില്ല. ഭൂതമോ? അതെ, ഉഗ്രരൂപിണിയാണ്. അസമയത്ത് ഈ വഴി തനിച്ചു വരുന്നവരെ അവരെ ഉപദ്രവിക്കും. സന്ധ്യയായാൽ പിന്നെ പറയണ്ട. വേഗം വാ, നമുക്ക് തിരിച്ചു പോകാം. എന്തൊരഴകാണ് അവൾക്ക്. അവൾ അവൾ ആരാണ്? എന്റെ ശരീരം നഖം മുടി എനിക്കും അവളെ പോലെ അഴകുണ്ടായിരുന്നെങ്കിലും. അങ്ങനെ വർഷം ഒന്നു കഴിഞ്ഞു. തമ്പുരാൻ നങ്ങേലിക്ക് സന്താന ഭാഗ്യമൊന്നും ഉണ്ടായില്ല. പതുക്കെ തമ്പുരാന്റെ വീട്ടുകാർക്കും അവളോട് ദേഷ്യം തോന്നാൻ തുടങ്ങി. വർഷം ഒന്ന് കഴിഞ്ഞു, വേഴി കഴിഞ്ഞിട്ട്. പക്ഷേ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഈ മാളികയ്ക്ക് ഇല്ലാതെ പോയല്ലോ. നമ്മുടെ തലമുറ ഇതോടുകൂടി അവസാനിക്കാനായിരിക്കും ദൈവവിധി. അല്ലാതെ എന്തു പറയാൻ? ഭദ്രേ, നീ വിഷമിക്കണ്ട. ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഉണ്ണിയെ കൊണ്ട് വേറെ വേലി എന്നെ കഴിപ്പിക്കാം. അവളെ അവളുടെ ഇല്ലത്തങ്ങ് കൊണ്ടാക്കാം. അയ്യോ, മഹാപാവല്ലേ അത്. നങ്ങേലി ഒരു പാവമാണ്. അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടവുമാണ്. നമ്മുടെ വംശം നിലനിർത്താൻ ഇതല്ലാതെ വേറെ വഴിയില്ല. നമ്മുടെ ഉണ്ണി അതിന് സമ്മതിക്കോ? കുട്ടി അവനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും. ഇത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതോലെ നങ്ങേലിയുടെ വീട് കിടക്കുന്നു. അയ്യോ, എന്റെ കുട്ടിക്ക് എന്ത് പറ്റി? എന്ത് പറ്റി നങ്ങേലി നിനക്ക്? നോക്കി നിൽക്കാതെ വേഗം കുറച്ച് വെള്ളം കൊണ്ടുവാ. രാഘവ, രാഘവ, നീ എവിടെയാ? ഒന്ന് ഇത്രയുടെ വരെ വരിക. ഓമ്ര, എന്റെ കുട്ടിക്ക് എന്ത് പറ്റി? അയ്യോ, നങ്ങേലിക്ക് എന്ത് പറ്റി? നീ വേഗം പോയി വൈദ്യരെ കൊണ്ടുവാ. ചെല്ല്. എന്ത് പറ്റി നങ്ങേലി നിനക്ക്? എത്തിയോ? കുട്ടിയെ ഒന്ന് വേഗം നോക്കൂ. ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നല്ലോ. ഈ മാളിക വീട്ടിൽ ഒരു ഉണ്ണി വരാൻ പോകുന്നു. എന്റെ കൃഷ്ണ, നീ കാത്തു. നങ്ങേലി, ഒരു നിമിഷം
സ്വാർത്ഥത എൻ്റെ കണ്ണുകളെ മറച്ചു കിട്ടി. ഞാൻ നിന്നെക്കുറിച്ച് ഓർത്തില്ല. എൻ്റെ വംശം നിന്നു പോകുമോ എന്ന ആകുലത മാത്രമായിരുന്നു. എന്നോട് ക്ഷമിക്കും മോളെ. അച്ഛാ, അരുത്. അപ്പൊ എല്ലാവർക്കും സന്തോഷമായില്ലേ? രാഘവൻ എന്റെ കൂടെ പോന്നോട്ടെ തമ്പ്രാട്ടി. ഞാൻ കുറച്ച് മരുന്നൊക്കെ അങ്ങ് കൊടുത്തുവിടാം. ആയിക്കോട്ടെ. അങ്ങനെ 9 മാസം കഴിഞ്ഞു. നങ്ങേലി തേജസ്വിയായ ഒരു ഉണ്ണിയെ പ്രസവിച്ചു. മാളിക വീട്ടിൽ ഉത്സവമാണ്. വർഷങ്ങൾ കഴിഞ്ഞു. ഉണ്ണിക്ക് 7 വയസ്സായി. പള്ളിക്കൂടത്തിൽ പോകാനായി. നമ്മുടെ കുഞ്ഞുണ്ണിക്ക് 7 വയസ്സായി. നമുക്കവനെ പള്ളിക്കൂടത്തിൽ ചേർക്കണ്ടേ? എത്ര പെട്ടെന്നാ അവൻ വലുതായി. ഞാൻ നാളെ തന്നെ നമ്മുടെ അടുത്തുള്ള പള്ളിക്കൂടത്തിൽ കൊണ്ടുപോയി ചേർക്കാം. എന്താ മമ്മി, നീ അമ്മയെ പിരിഞ്ഞ് നിൽക്കുവോ? അങ്ങനെ ഉണ്ണി പള്ളിക്കൂടത്തിൽ പോകാൻ തുടങ്ങി. ഒരു ദിവസം നങ്ങേലിയോട് അവൻ പറഞ്ഞു, അമ്മ ഇവിടെ നിന്നാൽ മതി. ഈ കുന്ന് കടന്നാൽ അപ്പുറത്തല്ലേ പള്ളിക്കൂടം. ഞാൻ ഇവിടെ കൂടെ പോയിക്കോളാം. ഏയ് വേണ്ട ഉണ്ണി, ഞാൻ തന്നെ കൊണ്ടുവിടാം. വേണ്ട അമ്മേ, ഞാൻ പോയിക്കോളാം. അമ്മ ഇല്ലത്തേക്ക് പോയിക്കോളൂ. വാശി പിടിക്കില്ലേ ഉണ്ണി? ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് പള്ളിക്കൂടത്തിൽ പോണില്ല. ശരി, നിന്റെ ഇഷ്ടം പോലെ. സൂക്ഷിച്ചു പോണേ. പിന്നെ ഉണ്ണി, ഇങ്ങ് വാ. ഈ സഞ്ചി എവിടെയും മാറ്റി വെക്കരുത്. ഇതിൽ ഇരുമ്പിന്റെ എഴുത്താണി ഓലയുമുണ്ട്. ഇത് നിന്നെ ആപത്തിൽ നിന്നും രക്ഷിക്കും.
ശരി അമ്മേ. നിങ്ങൾ പോയിക്കോ, ഞാൻ വന്നോളാം. എന്തിനാ എന്നെ വിളിച്ചേ? നീ എവിടുത്തെയാ? മുന്നേ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. എന്റെ പേര് കുഞ്ഞുണ്ണി. ഞാൻ ആ മാളിക വീട്ടിലെ. നീ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പള്ളിക്കൂടത്തിലേക്ക് പോവാ. അയ്യേ, പള്ളിക്കൂടത്തിലേക്ക് പോയാൽ എന്ത് കഷ്ടമാ. അവിടെ കുറെ പഠിക്കാനില്ലേ? നീ എന്റെ കൂടെ കളിക്കാൻ പോരുന്നോ? വേണ്ട വേണ്ട, ഞാൻ പോവാ. ആ സഞ്ചിയിലെ ഇരുമ്പിന്റെ എഴുത്താണി കളയാതെ എനിക്ക് അവന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. നോക്ക്, നമ്മുടെ പുതിയ കൂട്ടുകാരനെ. പേര് കുഞ്ഞുണ്ണി. നിങ്ങൾ അവനെയും കൂട്ടി കളിക്കാൻ വാ. വാ ഉണ്ണി, നമുക്ക് കളിക്കാം. ഇല്ല, ഞാൻ പഠിക്കാൻ പോവാ. അയ്യോ, അവൻ പോകുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും? അവനെ വരുത്താനുള്ള വഴി എനിക്കറിയാം. അവ വരുന്നവരെ നമുക്ക് ഒളിച്ചു കളിക്കാം. നിങ്ങൾ ഒളിക്ക്, ഞാൻ എണ്ണാം. 1 2 3 4 5 6 7 8 9 10. വാ ഉണ്ണി, പുറത്തു വാ. എനിക്കറിയാമായിരുന്നു നീ തിരിച്ചു വരുമെന്ന്. എല്ലാവരും വാ, ഉണ്ണി വന്നിട്ടുണ്ട് കളിക്കാൻ. നമുക്ക് ഈ കളി വേണ്ട, നമുക്ക് പന്ത് കളിക്കാം. ആ സഞ്ചി അങ്ങ് ഊരി വെക്കുണ്ണി, എന്നിട്ട് വാ. സഞ്ചി എവിടെയും ഊരി വെക്കാൻ പാടില്ലാന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. വാ, നമുക്ക് കളിക്കാം. ആ സഞ്ചി അങ്ങോട്ട് ഊരി വെക്ക്. അതങ്ങ് ഊരി വെക്കുണ്ടേ. അമ്മേ, അയ്യോ അയ്യോ, അമ്മേ അയ്യോ, എന്നെ വിട്. ആ അയ്യോ അയ്യോ. മക്കളെ, ഉണ്ണി എവിടെ? അമ്മേ, അപ്പോ അവൻ വീട്ടിൽ തിരിച്ചു വന്നില്ലേ? രാവിലെ തന്നെ ഒരു ചേച്ചി വന്ന് വിളിച്ചിട്ട് പോയതാ. ഞങ്ങൾ വിചാരിച്ചു അത് കഴിഞ്ഞ് അവൻ വീട്ടിൽ വന്നു എന്ന്. അയ്യോ, എന്റെ ഉണ്ണി എവിടെ? ഞാൻ എന്റെ തെറ്റാ. ഉണ്ണിയുടെ വാശിക്ക് വഴങ്ങി അവനെ തനിച്ച് മല കയറാൻ അനുവദിച്ചത് എന്റെ തെറ്റാ. നേരെ ഇരുട്ടി തുടങ്ങിയല്ലോ. എന്റെ ഉമ്മയ്ക്ക് ഇരുട്ടിനെ പേടിയാണ്. അവൻ കരയുന്നുണ്ടാകും. വിശപ്പ് സഹിക്കാൻ പറ്റാതെ അവൻ തളർന്നിട്ടുണ്ടാകില്ലേ? കാവിലമ്മേ, നീ ഇനിയും പരീക്ഷിക്കരുതേ. എന്റെ ഉണ്ണിയെ കാണിച്ചു തരണേ. ഞാൻ താരാട്ട് പാടിയില്ലെങ്കിൽ എന്റെ
നിസ്സാരമായി ഇവളെ ഞാൻ ഇപ്പോൾ പേടിപ്പിച്ച് ഓടിക്കും. കോടടിച്ചു ചുറ്റിപ്പിടിച്ചു വൃക്ഷങ്ങൾ പറിച്ചെറിഞ്ഞു ഇടിച്ചു സൗധാദികളെ തകർത്തും മുടിച്ചു നാനാവിധമാക്കി ലോകം. ഞൊടിക്കകത്തീക്ഷിതി മണ്ഡലത്തെ പിടിക്കുവാൻ തക്ക മുഴക്കമോടുമിടിക്കുമേലായിടി വെട്ടി വല്ലതടിക്കടിക്കേവനുമല്ലേറ്റി കറുത്തിരുണ്ടങ്ങനെ വാനിലെങ്ങു ചെറുത്തു ചെന്നെത്തിയ മേഘവൃന്ദം നിറുത്ത തേടാതെ ദിവർഷമാക്കും പുറത്തുകൂടാത്ത വിധം തുടങ്ങി. ഇരച്ചു പെയ്യും മഴ കൊണ്ടു മേമിലരച്ചു തെക്കും പടിശീതമേറി ഒരച്ചിലുണ്ടാക്കിയ മാവ പോലെ മരച്ചു കൊച്ചി കഷടിച്ചു ലോകം. കയർത്തു പേമാരി ചൊരിഞ്ഞ മൂലം ലയത്തിരിപ്പാരിടമെങ്ങും ഒപ്പം ഉയർന്നു വെള്ളം നരവംശം അപ്പോൾ ഭയന്നു വല്ലാതെ പരിഭ്രമിച്ചു. ഇതാ നിനക്ക് ഞാൻ ഇഷ്ടം പോലെ പൊന്നും പണവും രത്നങ്ങളും ഒക്കെ തരാം. പകരം നീ നിന്റെ ഉണ്ണിയെത്താം. അമ്മ എന്നാൽ എന്തെന്ന് പിശാചായ നിനക്ക് എങ്ങനെ അറിയാൻ? നിന്നെ പോലെ സ്വാർത്ഥയാണെന്നാണോ നീ കരുതിയിരിക്കുന്നേ? നീ സ്വർഗം തന്നെ എന്റെ കാൽക്കൽ കൊണ്ടുവച്ചാലും എനിക്ക് എന്റെ ഉണ്ണിയോളം വരില്ല. എന്റെ ഉണ്ണിയെ എനിക്ക് തിരിച്ചതാ. നീ ഒരു മനുഷ്യ സ്ത്രീയല്ലേ? മനുഷ്യർക്ക് ഏറ്റവും പ്രിയം സ്വന്തം ജീവനാണ്. ആ ജീവനേക്കാൾ വലുതാണോ നിനക്ക് നിന്റെ ഉണ്ണി? ജീവഭരമോ? അതും എനിക്കും? ഒരമ്മ തന്റെ ജീവൻ തന്നെ അപായത്തിലാക്കിയാണ്
കിടക്കുന്നത്. ഈ ജീവനേക്കാൾ പ്രിയപ്പെട്ടതാണ് എനിക്ക് എന്റെ ഉണ്ണി. ഇത്ര പ്രിയമോ നിനക്ക് നിന്റെ ഉണ്ണിയോട്? എനിക്ക് നിന്റെ ജീവനൊന്നും വേണ്ട. പകരം നീ നിന്റെ കണ്ണുകൾ എനിക്ക് താ. എനിക്ക് അവനെ കാണാൻ ഈ കണ്ണുകളുടെ ആവശ്യമില്ല. അവനെ എനിക്ക് എന്റെ അകക്കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. ഇതിലും വലുതാണ് എനിക്ക് എന്റെ ഉണ്ണി. അതുകൊണ്ട് നീ ഇത് സ്വീകരിച്ച് എനിക്ക് എന്റെ ഉണ്ണിയെ തിരിച്ചു തരണം. ഇത് തന്നെ തഞ്ചം. കണ്ണില്ലാത്ത ഇവൾക്ക് ഞാൻ മായ കൊണ്ടൊരു ഉണ്ണിയെ കൊടുക്കാം. അത് അവളുടെ ഉണ്ണിയാണെന്ന് കരുതി അവൾ പോയിക്കോളും. ഇതാ നിന്റെ ഉണ്ണി. ഉണ്ണി പരീക്ഷിക്കുകയും ചെയ്യുന്ന നീ പറയിക്കുന്നില്ല. നിന്നെ ഞാനിതാ ശപിക്കുന്നു. അയ്യോ അയ്യോ അയ്യോ, എന്നെ ശപിക്കരുതേ, എന്നെ ശപിക്കരുതേ. ഞാൻ നിന്റെ ഉണ്ണിയെ തിരിച്ചു തരാം. എന്നെ ശപിക്കരുത്, എന്നെ ശപിക്കരുതേ, എന്നെ ശപിക്കരുതേ.
മാതൃസ്നേഹം ഉണർത്തിയത് നീയാണുണ്ണി. ആ നിന്നെ പിരിയാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഭൂതമേ, നീ വിലപിക്കരുത്. ആണ്ടുകൾ തോറും മകരക്കൊയ്ത്ത് കഴിഞ്ഞ് നീ ഉണ്ണിയെ കാണാൻ വരണം. ഞങ്ങളുടെ ഇല്ലത്തിന് മംഗളമേകണം. നിന്നെ ഇത്രയും ദ്രോഹിച്ചിട്ടും ഉണ്ണിയെ കാണാനുള്ള അനുവാദം തന്ന നിന്നെ ഞാൻ വണങ്ങുന്നു. ഇതിന് പകരമായി ഞാൻ എടുത്ത നിന്റെ കണ്ണുകളെ ഇതാ തിരിച്ചു നൽകുന്നു. നിന്റെ ഉണ്ണിയെ നീ മതിയാവോളം കണ്ടോളൂ. അങ്ങനെ നങ്ങേലിക്ക് തന്റെ ഉണ്ണിയെ തിരിച്ചു കിട്ടി. ഭൂതവും സന്തോഷത്തോടെ മടങ്ങി. പക്ഷേ ധൃതിയിൽ നങ്ങേലിയുടെ വീട് ഏതെന്ന് ചോദിക്കാൻ ഭൂതം വിട്ടുപോയി. തന്റെ ഉണ്ണിയെ വീണ്ടും പിടിച്ചുകൊണ്ട് പോയാലോ എന്ന് ഭയന്ന് നങ്ങേലി അത് പറഞ്ഞതുമില്ല. അന്നു മുതൽ ആണ്ടുകൾ തോറും മകരക്കൊയ്ത്ത് കഴിഞ്ഞാൽ ഭൂതം വീടുകൾ തോറും ഉണ്ണിയെ അന്വേഷിച്ച് കയറി ഇറങ്ങാൻ തുടങ്ങി. പക്ഷേ ഉണ്ണിയെ കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞില്ല. എല്ലാ മുറ്റത്തുമെത്തി ചെണ്ടയുടെ താളത്തിനൊപ്പം ചുവട് വയ്ക്കുന്ന ഭൂതത്തെ മാളൂര് ഉണ്ണിയെ വേണോ എന്ന് ചോദിച്ച് കളിയാക്കും. ഉണ്ണി ആ വീട്ടിലില്ലെന്ന് മനസ്സിലായാൽ ഭൂതം അടുത്ത വീട്ടിലേക്ക് തിരിക്കും. വള്ളുവനാട്ടിൽ കാലങ്ങളായി തുടർന്നു വരുന്ന ഈ ആചാരത്തിന്റെ പിന്നിൽ ഉണ്ണിയെ കണ്ടെത്താൻ സാധിക്കാത്ത ഭൂതത്തിന്റെ തീരാ ദുഃഖമുണ്ട്. ചെണ്ടയിൽ നിന്നും ഉയരുന്നത് അവളുടെ ഹൃദയമിടുപ്പിന്റെ താളമാണെങ്കിൽ കുഴലിൽ നിന്നും ഉയരുന്ന നാദം അവളുടെ സങ്കടത്തിന്റെ നെടുവീർപ്പാണ്. ഉണ്ണി, ഉണ്ണി, നേരം സന്ധ്യയായി. നല്ല മഴക്കാറും ഉണ്ട്. മതി കളിച്ചത്. അകത്തേക്ക് കയറി വാ.